തലശ്ശേരി കോടതി ഹാളിൽ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി തലശ്ശേരി ബാർ അസോസിയേഷൻ. അഭിഭാഷകർ കറുത്ത ബാഡ്ജ് ധരിച്ചാണ് കോടതിയിലെത്തിയത്. കോടതി അങ്കണത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ് നടന്നത്. തലശ്ശേരി SHOയെ വിശദമായി കാര്യങ്ങൾ അറിയിച്ചിരുന്നു. എന്നിട്ടും ചെറിയ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തതെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇത് സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബാർ അസോസിയേഷൻ ഭാരവാഹികൾ സൂചിപ്പിച്ചു. ഈ കേസിൽ പ്രതിക്കുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് അഡ്വക്കേറ്റ് കെ പി ഹരീന്ദ്രൻ പറഞ്ഞു. ഒരു വക്കീലിനെതിരെ ഒരു കക്ഷി കയ്യേറ്റം നടത്തുക എന്നത് യഥാർത്ഥത്തിൽ നിയമത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു അഭിഭാഷക തൻ്റെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കാര്യം തലശ്ശേരി പോലീസിനെ ഞങ്ങൾ വ്യക്തമായി ബോധിപ്പിച്ചതാണ്. തലശ്ശേരി പോലീസ് എന്നാൽ 324 വകുപ്പ് വെറും ഒരു കയ്യേറ്റം എന്ന രൂപത്തിൽ അയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യത്തിൽ വിടുകയുമാണ് ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ നടപടി നീതി നിർവഹണത്തിന് ഗുണകരമായ നടപടിയല്ല. പോലീസ് ചെയ്തിരിക്കുന്നത് അഭിഭാഷകരോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഞങ്ങൾ പോലീസിനോട് പറയുന്നു, ഈ വെല്ലുവിളി അഭിഭാഷക സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നും. അഡ്വക്കേറ്റ് ഗീത, അഡ്വക്കേറ്റ് GP ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് V രത്നാകരൻ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് പ്രീതി പറമ്പത്ത് എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. തലശ്ശേരി കൊടുവള്ളിയിൽ ദേശീയ പാതയോരത്തെ കുറ്റിക്കാട്ടിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസ് ഇൻസ്പെക്ടർ G ആദർശിന്റെ നേതൃത്വത്തിലുള്ള സംഘം പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. തലശ്ശേരി കണ്ണൂർ ദേശീയ പാതയുടെ വലതുവശത്തായി കൊടുവള്ളിയിലെ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നാണ് 60 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. ആരാണ് ഇത് നട്ടു വളർത്തിയതെന്ന് കണ്ടെത്താനായിട്ടില്ല.